ഇതാണ് കക്കൂസ്. കക്കൂസിലേക്ക് ഞാൻ നടിയാകാതെ പോയ ഒരു കുഞ്ഞു നടി. ഇങ്ങനെ മനുഷ്യനാണ് ഒറ്റയ്ക്ക് പോയിരുന്ന് ഭാര്യയെ മക്കളെയും പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്ക് പോയിരുന്നു. അപ്പോൾ നമ്മളിന്ന് എൻ്റെ വീട്ടിൽ പോവേണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോണ വഴി കാണിക്കാം. ഓക്കെ, ബൈ. എൻ്റെ വീട്ടിൽ ഇവിടുന്ന് 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ കാറിനകത്ത് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പിള്ളേർ പോകുന്ന വഴിക്ക് കിടന്ന് നല്ല ഉറക്കമായിരിക്കും. ഇല്ലെങ്കിൽ 2 പേർക്ക് കൂടി കിടക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ബെഡൊക്കെ ഇറക്കടിച്ചതിന് ശേഷം കാർ ബെഡൊക്കെ ഇട്ടിട്ട് ആണ് പോകുന്നത്. അപ്പോൾ അവന്മാർ സുഖമായിട്ട് പുറകെ കിടന്നുറങ്ങും. വീടെത്തുമ്പോഴത്തേക്കും 2 പേരും ഉറങ്ങി എഴുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയാണ്. ബാക്കിയൊക്കെ വീട്ടിൽ പോയിട്ട് അപ്പം നമ്മൾ എത്തി. പക്ഷെ വീട്ടിൽ ആരുമില്ല ഗൈസ്. പക്ഷെ അകത്താരോ ഉണ്ട് ഗൈസ്. അകത്താരോ ഉണ്ട് ഗൈസ്. പക്ഷെ കഥവ് തുറക്കുന്നില്ല ഗൈസ്. തകലിട്ടിയാ അതാരോ കഥക് തുറക്കുന്നു ഗൈസ്. വാവ്, നൈസ് നൈസ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അമ്മേടാ ഇനി കൊച്ചിറക്കനെ കൂടി എടുക്കാം. അപ്പോൾ എൻ്റെ പിള്ളേരെ മുഖത്തൂടി കിടക്കണം. കൊച്ചിറക്കൻ നല്ല ഉറക്കത്തിലാണ് ഗൈസ്. ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചതുകൊണ്ട് ഇങ്ങനെ ഇടന്ന് ഉറങ്ങാൻ പറ്റണം. മോനെ 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 എണീക്കൂ. സുരേഷ്, രതീഷ് നല്ല ഉറക്കത്തിലാണ്. നമുക്ക് രതീഷിനെ അടുത്ത് അകത്തോണ്ട് കിടത്താം. ഈ കാണുന്നത് എൻ്റെ അനിയൻ്റെ റൂമിനകത്തുള്ള ചെറിയ ഹോം തിയേറ്ററാണ്. അവനിതൊക്കെ വച്ച പ്രാന്താണ്. കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് അച്ഛൻ വന്നു. അങ്ങനെ അച്ഛൻ വന്നപ്പോഴത്തേക്ക് അപ്പം വാങ്ങിച്ചുകൊണ്ടുവന്നു. അപ്പം കടപ്പണ്ടം, നമ്മളുടെയൊക്കെ അപ്പം എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പമൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു. മാങ്ങ വാങ്ങിച്ചുകൊണ്ടുവന്നു. നമ്മൾ ചെല്ലണേന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞ് വരണ വഴിക്ക് വാങ്ങിയിട്ട് വന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വന്ന് പിന്നെ പ്രകടനം പ്രകസനം. പിന്നെ ചെറുമക്കളെ കണ്ട സന്തോഷത്തിൽ അമ്മ തൊട്ടടുത്തുള്ള കടയിൽ പാല് വാങ്ങാൻ പോകുന്നു, പലഹാരം വാങ്ങാൻ പോകുന്നു. അങ്ങനെ ഒരിതായിരുന്നു. പിന്നെ മരുമോന് വെള്ളം കൊടുത്തില്ലേ, ചായ കൊടുത്തില്ലേ, എന്ത് കൊടുക്കാത്തത്. നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ അറിയാം നമുക്കൊരു വാല്യൂ ഇല്ല. ഭർത്താവിൻ്റെ വീട്ടിലും ഇല്ല, സ്വന്തം വീട്ടിലും ഇല്ല. മരുമോൻ കഴിച്ചതെന്നാണ് ചോദിക്കണം. നമ്മൾ കഴിച്ചതെന്ന് ആരും ചോദിക്കില്ല ഗൈസ്. അതെന്താ അങ്ങനെ? അപ്പം അമ്മ ഇടയ്ക്ക് പറഞ്ഞ് കോവയ്ക്ക നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോവയ്ക്ക പറിക്കാൻ വേണ്ടി പുറകുവശത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ കോവയ്ക്കയില്ല, പുളിഞ്ചിക്ക് മാത്രം നിൽക്കണം. പറിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. പക്ഷെ കോവലില്ല ഗൈസ്, കോവലൊന്നുമില്ല. പുളിഞ്ചി മാത്രമുണ്ട്, കോവലൊന്നുമില്ല. കോവൽ നിൽപ്പുണ്ട്, പക്ഷെ മൊത്തം പഴുത്തത്. ഇതാ ഇവിടെ നിൽക്കണം നിറയെ, പക്ഷെ ഒത്തിരി പഴുത്തെന്ന് തോന്നുന്നു. പുളിഞ്ചിക്ക് നമ്മളോടെയും കാച്ചു തുടങ്ങി. ഇതൊക്കെ നിൽക്കണം നിറയെ. സെയിമാ? ഇതവിടെ എൻ്റെ മമ്മി നിൽക്കുന്നത് കണ്ടോ? കുറേ തൈ വീണ് പൊടിച്ച് കിടക്കണല്ലേ. മണ്ണപ്പാത്തിയ അമ്മ കേ. അയ്യോ പാ, ഇത് മറ്റേ ഞാൻ നടിയാകാതെ പോയ ഒരു കുഞ്ഞു നടി. ഷവർ വെച്ചാണോ? ഷവർ. ഇതാണ് എൻ്റെ വീടിൻ്റെ പുറകുവശം. ഇതാണ് കക്കൂസ്. കക്കൂസിലേക്ക് ഒരാൾ ഏറിപ്പോയിട്ടുണ്ട്. എന്തിനാണോ ആവോ.
നമ്മളത് കണ്ട അവർക്ക് ടി വി ഉണ്ടാവും. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്, പോവാണ് ഗൈസ്. പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ്. പോണേ. ബൈ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാട്ടാക്കട വിസ്മയിൽ കയറി. ഫുഡ് കഴിക്കാനൊന്നും അല്ല കേട്ടോ, പിള്ളേർക്ക് അവിടുത്തെ പാർക്കിൽ കയറി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മിക്ക ദിവസം വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ പോണ വഴിക്ക് പാർക്കിൽ പോകും. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പാർക്കിലോട്ടാണ് പോയത്. അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോകും. പിള്ളേരൊക്കെ നല്ല കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതിലൊക്കെ കയറി കളിക്കാനൊക്കെ. അവർക്ക് ബീച്ചൊന്നും വേണ്ട, ഇതുപോലത്തെ കളിക്കുന്ന സംഭവങ്ങൾ മതി. അങ്ങനെ ഒരു സൈഡിൽ അവരെ കളി നടന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്ക് പോയിരുന്ന് വായി നോക്കണ ഒരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ, ഈ ഇരിക്കുന്ന മനുഷ്യനാണ് ഒറ്റയ്ക്ക് പോയിരുന്ന് ഭാര്യയെ മക്കളെയും പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്ക് പോയിരുന്ന് വായി നോക്കണ ഈ ലോകത്തിലെ ഒരേ ഒരു ഭർത്താവ്. കണ്ട, ഒറ്റയ്ക്ക് അതൊരു വായി നോക്കണുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഉണ്ട്, അവരെല്ലാം വായി നോക്കി വിട്ടതിന് ശേഷം ഇവിടെ നിന്ന് എഴുക്കുള്ളെന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ മാപ്പിള.